തലശ്ശേരി കൊടുവള്ളി പഴയപാലം റോഡിൽ കനത്ത മഴയിൽ കടകളിൽ വെള്ളം കയറി കനത്ത നാശനഷ്ടം. ഓവുചാൽ തടസ്സപ്പെട്ടതിനെ തുടർന്ന് മഴവെള്ളം ഗതിമാറി ഒഴുകിയതാണ് കടകളിൽ വെള്ളം കയറാൻ ഇടയാക്കിയത്. തലശ്ശേരി കൊടുവള്ളി ആമൂക്കപ്പള്ളി പഴയപാലം റോഡിലെ കടകളിലാണ് കഴിഞ്ഞ രാത്രി കനത്തുപെയ്ത വേനൽ മഴയിൽ വെള്ളം കയറിയത്. മണ്ണും മരത്തടികളും മാലിന്യവും അടിഞ്ഞ് പൊതു ഓവുചാൽ തടസ്സപ്പെട്ടതിനെ തുടർന്ന് വെള്ളം ഗതിമാറി ഒഴുകിയതാണ് കടകളിൽ വെള്ളം കയറാൻ ഇടയാക്കിയത്. ജമീല ഫയർവർക്സ്, സെഞ്ചുറി ഡ്രൈവിംഗ് സ്കൂൾ, ഷസ്പെയ്ഡ് സൂപ്പർമാർക്കറ്റ് എന്നീ കടകൾക്കാണ് കൂടുതൽ നഷ്ടം നേരിട്ടത്. ഡ്രൈവിംഗ് സ്കൂളിലെ ഫർണിച്ചറുകൾ, TV, കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ നനഞ്ഞ് ഉപയോഗയോഗ്യമല്ലാതായി. സൂപ്പർമാർക്കറ്റിലെ സാധനങ്ങളും നശിച്ചു. കടയിൽ സ്റ്റോക്ക് ചെയ്ത പടക്കങ്ങളാകെ നനഞ്ഞു കുതിർന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്ന് ഉടമ പറഞ്ഞു. നമ്മൾ 3 ദിവസം ലീവായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. 3 ദിവസം തുറന്നിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിന്റെ ചെറിയ ഓർഡറിന്റെ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ഓർഡർ പ്രകാരം നമ്മൾ ഇന്ന് 3 ദിവസം ലീവായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തുറന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടത്. കണ്ടമാനം വെള്ളം നമ്മുടെ ഷോപ്പിനുള്ളിൽ കയറ്റി നമുക്ക് കണ്ടമാനം നഷ്ടമുണ്ട്. നഷ്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ രാത്രിയത്തെ മഴയത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇങ്ങനെ വെള്ളം ബ്ലോക്കാൻ കാരണം പ്രധാനപ്പെട്ടിരുന്ന അപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് കമ്പനീൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടത്തേക്കാണ് സാധാരണയായിട്ട് ഈ ഡ്രെയിനേജിൻ്റെ വെള്ളം പോകുന്നത്. വെള്ളം പോകുന്നതിന്റെ സോഴ്സ് അവർ അടച്ചതിന് ശേഷമാണ് ഇങ്ങനെ കംപ്ലീറ്റ് വെള്ളം കൊടുവള്ളി ഭാഗത്തേക്ക് ഇങ്ങനെ വന്നത്. സമീപത്തെ കെ ലീലയുടെ വീടിനകത്തും വെള്ളം കയറി. വിവരമറിഞ്ഞ് തലശ്ശേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ കെ അഷ്റഫും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം സുനിൽ, കെ മുനീർ എന്നിവരും സ്ഥലത്തെത്തി. ഓവുചാലിലെ തടസ്സം ഉടൻ നീക്കണമെന്ന് സ്ഥല ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയതായി കെ അഷ്റഫ് പറഞ്ഞു. ഈ അടുത്ത പറമ്പ് എടുത്തയാൾ അത് എല്ലാ മര കാര്യങ്ങളൊക്കെ എന്തോ അദ്ദേഹം പ്രോപ്പർട്ടി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുറിച്ചിട്ട തെങ്ങും മരക്കുറ്റികളൊക്കെ കെണിഞ്ഞിട്ട് ആ ഡ്രെയിനേജ് ബന്ധായതിൻ്റെ ഭാഗമാണ് ഈ ഒരൊറ്റ മഴയ്ക്ക് പോലും ഇത്രയും വലിയ വെള്ളം കയറുകയും ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് കേടുപാട് വരികയും അതോടൊപ്പം ഈ പടക്കക്കടയിൽ ഭീമമായ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തലശ്ശേരി നഗരസഭയും ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥന്മാരും അത് പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ പറമ്പിൻ്റെ ഓണറെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അവർ മദ്രാസിലാണുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഫ്ലൈറ്റിന് അദ്ദേഹം കണ്ണൂരേക്ക് എത്തും. ആ ഓവ്, തടസ്സം നിൽക്കുന്ന ഓവ് വെള്ളം സുഖകരമായി പോകുന്ന തരത്തിലേക്ക് ഇന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ മാറ്റിത്തരാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.